ഒരു ഇടത്തരം കുടുംബത്തിലാണ് സച്ചു ജനിച്ചത്. അവന് അച്ഛനും അമ്മയും ഒരു ചേട്ടനും ഒരു ചേച്ചിയുമാണ് ഉള്ളത്. സച്ചൂട്ടൻ എന്നാണ് സ്നേഹപൂർവ്വം അവനെ വിളിച്ചിരുന്നത്. പഠിക്കാൻ വളരെ മോശമായിരുന്നു. എപ്പോഴും കൂട്ടുകാരുടെ കൂടെ കളി മാത്രമായിരുന്നു സച്ചുവിന്. അത് സച്ചുവിൻ്റെ അച്ഛനെ വല്ലാതെ വിഷമത്തിലാക്കി. അദ്ദേഹത്തിന് സച്ചൂട്ടൻ പഠിച്ച് മിടുക്കനാകണം എന്നായിരുന്നു ആഗ്രഹം. എന്നും സച്ചൂട്ടനെ കുറിച്ച് കൂട്ടുകാരുടെ മാതാപിതാക്കൾ പരാതിയുമായി വീട്ടിൽ വരുമായിരുന്നു. സച്ചൂട്ടനാണ് അവരുടെ മക്കളെ കൂടി പഠിക്കാൻ സമ്മതിക്കുന്നില്ല, കളിക്കാൻ കൂട്ടിക്കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു അവരുടെ പരാതി. അത് സച്ചൂട്ടൻ്റെ അച്ഛനെ രോഷാകുലനാക്കി. ഒരു ദിവസം സ്കൂൾ ഒഴിവാക്കി സച്ചൂട്ടൻ കൂട്ടുകാരോടൊപ്പം സിനിമ കാണാൻ പോയി. ഈ വിവരം അച്ഛൻ അറിഞ്ഞു. സച്ചു വരുന്നതും കാത്ത് അച്ഛനിരുന്നു. സച്ചൂട്ടൻ ഒന്നും അറിയാതെ പതിവ് പോലെ വീട്ടിലെത്തി. അമ്മ കൊടുത്ത ഭക്ഷണമെല്ലാം കഴിച്ച് അവൻ തൻ്റെ മുറിയിലേക്ക് പോയി. അപ്പോഴാണ് അച്ഛൻ അവിടേക്ക് വന്നത്. പതിവിന് വിപരീതമായി അച്ഛനെ തൻ്റെ റൂമിൽ കണ്ടപ്പോൾ അവന് വല്ലാത്ത ഭയം തോന്നി. അച്ഛൻ അവനോട് ചോദിച്ചു, ഇന്ന് നീ സ്കൂളിൽ പോയോ? അവൻ എന്ത് മറുപടി പറയും എന്നറിയാതെ പകച്ചു നിന്നു. അവൻ്റെ നിൽപ്പ് കണ്ട് അച്ഛൻ്റെ ദേഷ്യം ഒന്നുകൂടെ കൂടി. അച്ഛൻ തൻ്റെ പുറകിലൊളിപ്പിച്ച കമ്പ് ഒന്ന് അവൻ്റെ നേരെ വീശി. അത് കണ്ട സച്ചൂട്ടൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. ആ അടി കൊണ്ട് അവൻ പുളഞ്ഞു. അവൻ്റെ ഉറക്കെയുള്ള നിലവിളി കേട്ട് അമ്മ ഓടിയെത്തി. വീണ്ടും അടിക്കാനായി ഒരുങ്ങിയ അച്ഛനെ അമ്മ തടഞ്ഞു. അച്ഛൻ അവനോട് ചോദിച്ചു, ഇനി സ്കൂളിൽ പോകാതെ ഇങ്ങനെ കാട്ടുമോ? ഇല്ല എന്ന് സച്ചൂട്ടൻ തലയാട്ടി. എന്താ, നിനക്ക് നാവില്ലേ? അച്ഛൻ ചോദിച്ചു. അത് കേട്ട് സച്ചു പറഞ്ഞു, ഉണ്ട്. ആകെ പേടിച്ചു വിറച്ച സച്ചു അച്ഛനോട് പറഞ്ഞു, ഇനി ഞാൻ ഇങ്ങനെ ആവർത്തിക്കില്ല. അമ്മയും സച്ചൂട്ടന് വേണ്ടി അച്ഛനോട് പറഞ്ഞു, ഇപ്രാവശ്യം ക്ഷമിക്കൂ അച്ഛൻ. സച്ചൂട്ടൻ ഇനി ആവർത്തിക്കില്ല. അമ്മ കൂടി പറഞ്ഞപ്പോൾ അച്ഛൻ അവിടെ നിന്ന് പോയി. അവൻ കുറേ നേരം അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവൻ അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി. അവൻ്റെ അടികൊണ്ട ഭാഗത്ത് ആരോ തഴുകുന്നത് പോലെ തോന്നി അവന്. അവൻ ഞെട്ടി ഉണർന്നു. അപ്പോൾ മുറിയിലാകെ ഇരുട്ട്. അവന് ഒന്നും കാണാൻ വയ്യ. അവൻ ചാടി എഴുന്നേറ്റു. തൻ്റെ കാലുകളിൽ തഴുകുന്ന ആളിനെ കണ്ട് അവൻ അന്തം വിട്ടു.